നല്ല പെർഫെക്ഷനിൽ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 5 ഐറ്റംസ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ വലിയ എന്താ പറയുക പെർഫെക്റ്റ് ഇല്ല, ഒരു മെനയാവുന്നില്ല, തയ്ച്ചു കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ഞാൻ 5 സ്കെയിൽസ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് ഈ സ്കെയിൽ കൊണ്ട് മാത്രമാണോ നമ്മളിത് ചെയ്യാൻ പോകുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ ഈ സ്കെയിലും കൂടെ നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഭംഗി മീൻസ് നമുക്ക് ഇതിൽ ചിത്രപ്പണികളോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പെർഫെക്റ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ഐറ്റം കട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ തയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഈ ഒരു എൽ ഷേപ്പുള്ള ഈ ഒരു സ്കെയിലെ പറ്റിയാണ്. അധികം ആരുടെ കയ്യിലില്ലാത്ത ഒരു മോഡൽ സ്കെയിലാണിത്. നമുക്കറിയില്ല ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത്. എല്ലാവരും ഈ ഒരു സ്ട്രെയിറ്റ് സ്കെയിലായിരിക്കുമല്ലോ കൂടുതലും യൂസ് ചെയ്യുക. ഈ ഒരു സ്കെയില് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസ് നമുക്ക് ആദ്യമേ തുടങ്ങാം. അപ്പോൾ ഈ ഒരു എൽ സ്കെയിലുണ്ട്, പിന്നെ ഒരു സ്ട്രെയിറ്റ് സ്കെയിലുണ്ട്, പിന്നെ കർവ് സ്കെയിലുണ്ട്, ചെറിയ ഒരു സ്കെയിൽ സ്റ്റീലിൻ്റെ ഒരു സ്കെയിലുണ്ട്, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആം ഹോൾ കർവും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? ചോക്ക്, ടേപ്പ്, കത്രിക. അത് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെല്ലാവരുടെയും കയ്യിലുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ഐറ്റം ആണല്ലോ. പക്ഷെ ഈ വക കാര്യങ്ങൾ എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ടോപ്പ് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പോവുകയാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഈ വക ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മൾക്കൊരു ടേപ്പും ഒരു ചോക്കും മാത്രം ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾക്ക് അത് വെച്ച് ചെയ്തു പോവാം. പക്ഷേ ഇതിപ്പോൾ തുടങ്ങുന്നവരെ പഠിക്കാൻ ആഗ്രഹത്തോടെ കുറച്ച് നാളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ കണ്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്നൊന്നും ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമ്മൾക്കത് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സ്കെയിലെല്ലാം ഞാനൊന്ന് മാറ്റി വെക്കുവാണേ. ആദ്യം നമ്മൾക്ക് ഈ ഒരു എൽ ഷേപ്പിൻ്റെ സ്കെയിൽ എടുക്കാം. ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ, കറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് താഴെ ഭാഗത്തൊക്കെ സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വരുന്ന രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിനിത് ഉപയോഗിച്ചാൽ പോരെ, ഇത് തന്നെ വേണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 2 സ്കെയിലും ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ താഴെ ഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് കട്ടൊന്ന് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യാം, ഈ ഒരു സ്കെയിൽ എടുത്തിട്ട് നേരെ ഇത് താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ച് പോകും. പക്ഷേ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം എത്രയാണെന്നറിയില്ല. നമ്മളൊരു ഉദ്ദേശത്തിലല്ലേ ഇവിടെ സ്ട്രെയിറ്റ് വരക്കാൻ പോവുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ഈ ഒരു സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് നേരെ ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ചെറിയ ഭാഗം ഇവിടെയും നീളമുള്ള ഭാഗം ഇവിടെയും വെച്ച് കൊടുത്തു. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അറ്റം വരെ എത്തത്തില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തത്. ഇനി ഇത് ചുമ്മാ നമ്മൾക്ക് ഇങ്ങനെയല്ല നമ്മൾ സ്ട്രെയിറ്റ് നോക്കാൻ പോവാം. ഇതിപ്പോൾ തുണിയുടെ പുറത്തേക്ക് ചാടി ഇരിക്കുക. നമ്മൾ ഈ തുണിയുടെ മീതേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ വേണം ലെവല് പിടിക്കാൻ. ഇതാ ഞാനപ്പോൾ ഇവിടെ കറക്റ്റ് ലെവൽ ചെയ്തു കേട്ടോ. തുണിയും ഈ ഒരു ഭാഗം തമ്മിൽ ഇവിടെ കറക്റ്റ് ലെവൽ ചെയ്തു. എന്നിട്ട് പിന്നെ ഒന്നും നോക്കേണ്ട, ഒരൊറ്റ ഒരു ലൈൻ കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നമ്മൾക്ക് കിട്ടും. സ്ലിറ്റ് കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ താഴെ ഭാഗം നമ്മൾ മടക്കി അടിക്കാൻ നല്ലതുപോലെ വരച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷെ അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ലെങ്ത് കൂടുതലും മറ്റേ ഭാഗത്ത് ലെങ്ത് കുറവുമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നമാണ് കറക്റ്റ് ലൈൻ കിട്ടാത്തത്. അപ്പോൾ ഇതുപോലെ ഒരു എൽ ഷേപ്പ് സ്കെയിൽ മേടിക്കുവാണെങ്കിൽ നമ്മൾക്ക് നല്ല സ്ട്രെയിറ്റ് ലൈൻ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാനിവിടെ ഒന്ന് വരച്ച് എടുക്കാൻ പോവുകയാണ്. നേരെ ഇതിൻ്റെ മീതെ വെച്ചിട്ട് ഒറ്റ ഒരു ലൈൻ, ഇതുപോലെ നമ്മൾക്ക് ഒരു ലൈൻ കിട്ടി. ഇവിടെ വ്യത്യാസം കാണിച്ചിട്ടാണ് കേട്ടോ. ഈ തുണി ഒരെണ്ണം ഇവിടം വരെ ഉള്ളൂ, പിന്നെ ഇതാ ഇവിടം വരെ ഉള്ളൂ, പിന്നെ ഇതേ കുറച്ച് അവിടേക്ക് ഇങ്ങനെ മാറിയിരിക്കുന്ന കണ്ടോ. ഇതുപോലെ വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ആദ്യമേ ചെയ്യാം ഈ ഒരു സ്കെയിൽ വെച്ചിട്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സ്കെയിൽ ഇനി ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ലൈന് മാത്രമേ ഞാൻ ഈ ഒരു സ്കെയിൽ ഉപയോഗിക്കാറുള്ളൂ.
ഇനി നമുക്ക് ടേപ്പ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോകാം. അതിൻ്റെ ഇടയിലും നമുക്ക് ഈ ബാക്കിയുള്ള സ്കെയിലിൻ്റെയൊക്കെ ഉപയോഗം വരും. ബാക്കിയുള്ള അളവ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു എലൈൻ ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അതിന് 44 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ കൂടെ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 46, താഴേന്ന് മുകളിലേക്കാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തുണി കട്ടിങ് ഇല്ലാതെ കിട്ടുകയും ചെയ്യും, സ്ലീവിന് എടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും നമ്മൾ തുണി സേവ് ചെയ്ത് ചെയ്തത്. അപ്പോൾ ദേ ഇവിടെ 46 ഇഞ്ചാണ്. അതും ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ടേപ്പിനൊക്കെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് പോകുന്നത്. അതറിയാവുന്നവർ, അറിയാത്തവർ വീണ്ടും ആ ഒരു സ്കെയിൽ എടുക്കുക, എൽ സ്കെയില് വീണ്ടും എടുക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ അങ്ങ് വരക്കാൻ പോവുക. ഞാൻ ആദ്യമേ ഈ ഒരു സ്കെയിൽ കൊണ്ട് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ ആണെങ്കിലും നമ്മൾക്ക് ചെയ്യാം. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾക്കൊന്ന് അറിയണ്ടേ. അതിന് ഈ സ്കെയിൽ തന്നെ യൂസ് ചെയ്യാം. ഈ സ്കെയിൽ വെക്കുമ്പോൾ ഈ ലെവൽ കറക്റ്റ് ഇങ്ങനെ വെക്കുക. ഈ തുണിയുടെ ഈ ഓരത്ത് ഈ സ്കെയിൽ കറക്റ്റ് വെക്കുക. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, കറക്റ്റാണോ നമ്മൾ വരച്ച് പോയിരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ചെറിയൊരു വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് വേണമെങ്കിൽ അതിപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കാം. പക്ഷേ കണ്ടോ, ഒരു 1/4 ഇഞ്ചിൻ്റെ വ്യത്യാസം അപ്പോഴും അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങോട്ടേക്കൊന്നും ആവശ്യമില്ല. നേരെ മറിച്ച് ഒരു പാൻറ് ആണെങ്കിലാണ് ഈ ഒരു വ്യത്യാസം ബുദ്ധിമുട്ടായിട്ട് വരാൻ പോകുന്നത് കേട്ടോ. കുറച്ച് ഡിഫറൻസ് നമ്മൾക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ട്. നമ്മൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ കറക്റ്റ് വരക്കാൻ നോക്കിയാലും ചെറിയൊരു ഡിഫറൻസ് വരും. ആ ഒരു ഡിഫറൻസ് ഇല്ല, വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തേ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു ലൈൻ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യാം. ഇനി നമുക്കിതിലെ ബാക്കിയുള്ള അളവും കാര്യങ്ങളെല്ലാം ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഷോൾഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് കട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾക്കിവിടെ ആം ഹോളിൻ്റെ ലെങ്ത് എത്രയാണോ അതിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് ഹിപ്പിൻ്റെ ലെങ്ത്. ഈ 3 ലെങ്ത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾക്ക് ഈ സ്കെയിൽ മതിയേ. ഇതിനൊന്നും നമുക്ക് എല്ലിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾക്കിവിടെ കട്ടിങ് അല്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഓരോ ലൈൻസ് ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് ചരിഞ്ഞാലും ഒരു പ്രശ്നവും വരാൻ പോണില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലൈൻ നമ്മൾ വരച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അളവ് എത്ര ഇഞ്ചാണോ, ഇനി പുറത്തേക്കാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നതെങ്കിലും അത് എത്ര ഇഞ്ചാണെന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായാലും മതി. ഞാനിന്നൊരു സ്മോൾ സൈസിനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു, 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. താഴെയും ഇവിടെയും 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി ഈ ചെറിയ സ്കെയിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് വരുന്നത്. ഈ 2 ലൈൻസ് ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ച് എടുക്കുക. അത് കഴിയുമ്പോൾ നേരെ തന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്ര ഇഞ്ചാണോ അത് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് ലൂസ്. ഞാനിപ്പോൾ ഇവിടെ ലൂസ് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിൽ ഞാൻ ബട്ടൻ്റെ പ്ലാക്കറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് തയ്യൽ തുമ്പ് പോകും. അതുകൊണ്ട് മാത്രം ഞാൻ എക്സ്ട്രാ കുറച്ചിങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ 12 ഇഞ്ച് 2 ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്തും നമുക്ക് സെയിം ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ കറക്റ്റ് വണ്ണം വരുന്നത് 8 ഇഞ്ചാണ്. 8 + 3 ഇഞ്ച് 11 ഇഞ്ച് കൊടുത്തു. ഇവിടുത്തെ വണ്ണം 9.5. അതിനെ കൂടെയും 3 ഇഞ്ച്, എല്ലാത്തിനെ കൂടെയും 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് കൊടുത്തതെന്ന്. പ്ലാക്കറ്റ് വരുന്നത് കൊണ്ട് അവിടെ തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അത് എക്സ്ട്രാ ഞാൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാ മാർക്കിങ്ങും ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്കെയിൽ കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ സ്കെയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഈ കർവ് സ്കെയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഈ ഒരു ചെറിയ സ്കെയിലേ ഇതിനൊക്കെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ ഇപ്പോൾ ഇങ്ങനെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോള് കുഴിച്ച് ഇതേപോലെ കൈക്ക് ഇങ്ങനെ കുഴിച്ചു വരക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇതേപോലത്തെ സ്കെയിൽ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. വളവോ ചരിവോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ ഭാഗത്തും കറക്റ്റ് മുട്ടിക്കുന്ന രീതിക്ക് ഈ സ്കെയിൽ വെക്കുക. ഇറങ്ങിയും പോകാൻ പാടില്ല, പുറത്തേക്കും പോകാൻ പാടില്ല. കറക്റ്റ് ഇതിൻ്റെ അകത്ത് കടത്തക്ക രീതിക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്കിതാ ഇതുപോലെ ഒരു അളവ് ഇങ്ങനെ അങ്ങ് കൊടുക്കുവാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും വരെ ചെയ്തു. ഇനി അടുത്ത മാർക്കിങ് എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ്. താഴത്തെ ആ ഒരു കർവ് ഷേപ്പ് അതൊന്നും പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന മെത്തേഡ് അല്ല. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മളെപ്പോഴും ഹെയർലൈൻ ചെയ്യുമ്പോൾ 3 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമേ ആ 3 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഈ വലിയ സ്കെയിലില്ലേ, ഈ സ്കെയിൽ എടുക്കുക. ഇതിൻ്റെ അറ്റം ഇവിടെയും വെക്കുക, ഇവിടെയും വെക്കുക. എന്നിട്ട് കറക്റ്റ് ഒറ്റ ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കുക. കൈക്ക് വരക്കരുത്. കൈക്ക് നമ്മൾ വരക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു കർവ് ഷേപ്പായി പോവും. അപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആ ഭാഗത്ത് എന്താ പറയുക, ഒരു എന്തോ പോലെ ഫീലിംഗ്. ഞാൻ കുറേ നാൾക്ക് മുന്നേ കൈക്കായിരുന്നു വരച്ചത്. ടേപ്പോ സ്കെയിൽ യൂസ് ചെയ്യില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയതോടെയാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു കർവ് ചെയ്യണ്ടേ, അതിന് ഏറ്റവും നല്ല ഒരു സൊല്യൂഷനാണ് ഈ ഒരു സ്കെയിൽ. ഇത് നേരെ ചുമ്മാ അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഷേപ്പിൽ വെച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഈ അറ്റം ഇവിടേക്ക് വെക്കാം, എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മുട്ടിക്കുക എന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പ് കറക്റ്റ് ആവില്ല. ഈ അറ്റമായിരിക്കണം ഇവിടെ വെച്ച് കൊടുക്കേണ്ടത്. ദാ ഈ 0, 1, 2, 3 എന്ന് പറയുന്ന ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം നമുക്കിവിടെ വെച്ച് കൊടുത്തിട്ട് ഈ ലൈനിലേക്കൊന്ന് മുട്ടിച്ച് വെക്കാം. ദാ ഇതുപോലെ ഈ അറ്റം ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ ഈ ഭാഗത്തേക്കൊന്ന് മുട്ടിച്ച് കൊടുത്തു. താഴത്തേക്കല്ല, ഇതിൻ്റെ അകത്തിങ്ങനെ കവറിങ് ആവുന്ന രീതിക്ക് ഈ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഒറ്റ ഒരു ലൈൻ ഇതാ നോക്കിയേ. ഇതുപോലെ നമ്മൾക്ക് ഷേപ്പ് നല്ല ഭംഗിയുള്ള, നമ്മൾ ജീവിതത്തിൽ പോലും ചിലപ്പോൾ ഇതുപോലെ കൈക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കാണത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പുറത്തേക്കൊക്കെ തയ്ക്കാനുള്ള ആ ഒരു ആത്മവിശ്വാസമൊക്കെ കൂടുതലായിട്ട് കിട്ടും. നമ്മൾ വരക്കുന്നത് കറക്റ്റ് അല്ല എന്നുള്ള ഒരു രീതി കൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാൻ പേടി. അതിനാണ് ഇതുപോലത്തെ സ്കെയിലും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇനിയും ഉണ്ടിട്ട് കുറേ ഐറ്റംസ് ഞാൻ വരും വീഡിയോസിൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ കൂടുതലും ഈ പാറ്റേണിൻ്റെ ഒക്കെ വർക്ക് തുടങ്ങിയത് കൊണ്ട് കൈയുടെ ആ ഒരു ഇതങ്ങോട്ട് നിർത്തി. കാരണം കുറേ സമയം പിടിക്കും, നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കാൻ ടൈം പിടിക്കും. അപ്പോൾ അധികം ടൈം മെനക്കെടുത്താൻ മടിയുള്ളത് കൊണ്ട് ഇതുപോലത്തെ സ്കെയിലിൻ്റെയൊക്കെ യൂസ്, അതാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും. നമ്മൾ കൈക്ക് വരച്ചാൽ കിട്ടാത്ത ആ ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. എളുപ്പപ്പണിയാണ്. ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്ത് ഞാനിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി നേരെ പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നും കൂടെ ഒറ്റ കട്ടിങ്. ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് ഇതുപോലത്തെ ഒരു കത്രികയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാനും പറ്റുള്ളേ. മൂർച്ചയില്ലാത്ത കത്രികയാണെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് ഒരു കാര്യമില്ല. ആ പണിക്ക് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ അങ്ങ് പോണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്രിക നമ്മുടെ കയ്യിൽ വേണം. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി ആ താഴത്തെ കർവ് ഈ സ്ട്രൈറ്റ് കട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം. ഈ ഭംഗി വരച്ചെടുത്താൽ മാത്രം പോരാ, കട്ട് ചെയ്യാനും ഒരു ശൈലിയുണ്ട് കേട്ടോ. അതിന് നല്ല കത്രിക മേടിക്കുക. മൂർച്ചയുള്ള കത്രിക ഉപയോഗിച്ച് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മൂർച്ചയില്ലാത്ത കത്രികയും കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 5 കട്ടിങ് പല 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 രീതിക്കായിരിക്കും ഇത് കട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ അതെ നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ ടോപ്പൊക്കെ വളരെ നിസ്സാര സമയം കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.